എനിക്ക് ശരീരത്തിനുണ്ടായ വേദനയേക്കാൾ കൂടുതൽ മാനസികമായ ഒരു ബുദ്ധിമുട്ടാണ് എനിക്കുണ്ടായത്. ഞാൻ ആദ്യം എനിക്ക് പരിക്ക് പറ്റി എന്നുള്ള വിവരം ഞാൻ മറച്ചു വെക്കാനാണ് ശ്രമിച്ചത്. എൻ്റെ തൊട്ടടുത്ത് മന്ത്രി KC ജോസഫുണ്ട്, മുൻ സീറ്റിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് സിദ്ദിഖുണ്ട്. കല്ല് വന്നു, ചില്ല് പൊട്ടി, പക്ഷേ എനിക്കിട്ട് ഏറുകൊണ്ട വിവരം അറിഞ്ഞിട്ടില്ല ഇവർ. പക്ഷേ എനിക്ക് മാത്രമേ എൻ്റെ നെഞ്ചത്ത് കല്ലവിടെ വീണ് കിടപ്പുണ്ട്, അതൊന്നും ആരും കണ്ടില്ല. അപ്പം ഒന്നുമില്ല എന്ന് പറഞ്ഞാണ് ഞാൻ മീറ്റിംഗ് സ്ഥലത്ത് ചെന്നിട്ട് കാറ് ഇറങ്ങുന്നത്. ഇറങ്ങുമ്പോൾ എൻ്റെ നെറ്റിയൽ ഈ പിന്നെ ചോര പൊടിക്കുന്നുണ്ടായിരുന്നു. കല്ലുകൊണ്ടതല്ല, കല്ലെൻ്റെ നെഞ്ചത്താണ് കൊണ്ടത്. ഇത് ഈ കണ്ണാടി ചില്ല് ചെതറി വന്ന് കൊണ്ടിട്ട്. അപ്പം അങ്ങനെയാണ് എനിക്കെന്തോ പറ്റിയെന്നുള്ള തന്നെ മറ്റുള്ളവരറിയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഡോക്ടർമാർ വന്ന് എന്നെ പരിശോധിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ നെഞ്ചത്ത് കല്ലുകൊണ്ട അപ്പോഴാണ് പാടും കാര്യങ്ങളുമൊക്കെ കാണുന്നത് പോലും. അപ്പം നമ്മൾ അതൊരു പ്രശ്നമാക്കാനോ ഒരു ഇഷ്യൂ ആക്കാനോ കഴിയുമെങ്കിൽ അത് നമ്മുടെ നാടിന് അതൊരു അപമാനമാണ്, അത് ഒഴിവാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ അത് അറിഞ്ഞുപോയി. പക്ഷേ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു വിധത്തിലുള്ള പ്രതിഷേധവും പാടില്ല. അന്ന് APC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം ഹർത്താൽ വേണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഫോണിൽ വിളിച്ചു, പണ്ട് നിർബന്ധിച്ചു. ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും പറ്റില്ല, ഒരു പ്രതിഷേധവും വേണ്ട. കാരണം അത് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാൻ സഹിക്കുക. നമ്മുടെ നാട്ടിലെ ഒരു പ്രതിഷേധത്തിൻ്റെ രൂപം ഇതാണെങ്കിൽ അത് ഞാൻ സഹിക്കുക എന്നുള്ളത് വെച്ചുകൊണ്ട് ഒരു പ്രതിഷേധവും ഉണ്ടാകാൻ ഞാൻ സമ്മതിച്ചില്ല. പാർട്ടിയിലെ അംഗങ്ങളുടെ ഈ വകതിരിവില്ലായ്മയെ എങ്ങനെയാണ് അവരുടെ നേതാക്കൾ അങ്ങയോട് സംസാരിക്കുകയും ബാക്കി കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു? അവർ ന്യായീകരിക്കുകയല്ല ചെയ്തത്. അങ്ങനെ ഒരു എൻ്റെ ദേഹത്ത് കൊണ്ടതായിട്ട് പോലും അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം അങ്ങനെ ആ കല്ല് നെഞ്ചത്ത് കൊണ്ടിട്ട് അതങ്ങനെ തെറിച്ചു പോകാൻ എൻ്റെ ഇരുമ്പ് കൂടാണോ ചങ്ക് എന്നാണ് ഒരു രാഷ്ട്രീയ നേതാവ് ചോദിച്ചത്. പക്ഷേ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഞാനേതായാലും അതിൻ്റെ പേരിൽ പ്രകോപനം ഉണ്ടാക്കാനോ അതിൻ്റെ പേരിൽ എൻ്റെ സമനില തെറ്റുന്നൊരു സാഹചര്യമൊന്നും ഞാൻ ഉണ്ടാക്കത്തില്ല. അങ്ങനെ ചെയ്താൽ ഈ കല്ലെറിഞ്ഞവരെ പോലെ തന്നെ നമ്മളും അതിലേക്ക് ആയിപ്പോകും. പക്ഷേ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ പോക്കിൽ ഒരു ദുഃഖമുണ്ട്. പണ്ടൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ നയങ്ങളുടെയും പരിപാടികളുടെയും ആദർശങ്ങളുടെയും പിൻബലത്തോടു കൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ അതൊക്കെ മാറി. ഞാൻ എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റമാണ്. ഇന്ന് നയങ്ങളും പരിപാടികളുമൊക്കെ വളരെ താഴെയാണ്. അധികാരത്തിലെത്തുക, എങ്ങനെ എത്തുക? UDF ഗവൺമെൻറ് 5 വർഷം പൂർത്തിയാക്കി. എങ്ങനെയാണ് നമ്മൾക്ക് ഇനിയും ഭരണ തുടർച്ച എന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും എവിടെയൊക്കെയോ എന്തൊക്കെയോ പോരായ്മകൾ എന്ന് പ്രതിപക്ഷം വിളിച്ചു പറയുന്നുണ്ട്. എന്താണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാട്? കുറ്റവും കുറവും എവിടെയും കാണും. കുറ്റങ്ങളും കുറവുകളും പരിഹരിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങളും നാടിൻ്റെ ലക്ഷ്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ എന്നും സ്വീകരിച്ചിട്ടുള്ളൊരു ശൈലി. ഞാൻ വളരെ വ്യക്തമായിട്ട് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു സമീപനം, എൻ്റെ മുമ്പിൽ വരുന്ന കാര്യങ്ങൾ അത് ശരിയെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ അത് മുഴുവനും ഞാൻ ചെയ്യും. എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിൽ ശരിയെന്ന് എനിക്ക് കിട്ടുന്ന വിവരം
കിട്ടുന്നതനുസരിച്ച് മുമ്പിൽ വരുന്ന 100 കാര്യങ്ങളുണ്ട്, ആ 100 കാര്യവും ഞാൻ ചെയ്യും. അങ്ങനെ ചെയ്താൽ അതിൽ കുറഞ്ഞതൊരു 10 എണ്ണമെങ്കിലും തെറ്റും. കാരണം ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനാണ്, ചിലപ്പം വൺ സൈഡഡാണ്. നമുക്കത് മുഴുവൻ വെരിഫൈ ചെയ്ത് ഞാൻ ഒരു തെറ്റും ചെയ്യത്തില്ല, ഞാൻ 100% ശരി മാത്രമേ ചെയ്യത്തുള്ളൂ, ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കണം. അപ്പോൾ എനിക്ക് 110 കാര്യമേ ചെയ്യാൻ നോക്കും. അപ്പോൾ എനിക്ക് 100 ചെയ്യണം, 10 ചെയ്താൽ പോരാ. അപ്പം പിന്നെ ഞാൻ സ്വീകരിക്കുന്ന എന്താ, അതിൽ തെറ്റെന്ന് ബോധ്യപ്പെട്ടാൽ ആ സെക്കൻഡ് ഞാൻ തിരുത്തും. എനിക്കിതിൽ ഒന്നിലും എനിക്കൊരു ചരടില്ല, അല്ലെങ്കിൽ ഒരു നിർബന്ധ ബുദ്ധിയില്ല, ഇത് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ഇത് ചെയ്യണം എന്നില്ല. നമുക്കുള്ളത് ജനങ്ങളുടെ താല്പര്യം, നാടിൻ്റെ താല്പര്യം. പക്ഷേ എനിക്ക് ഈ എല്ലാ വശങ്ങളും പരിശോധിച്ച് 100 എണ്ണത്തിൽ 90 എണ്ണവും നടക്കാതെ വരുന്ന 10 എണ്ണം ചെയ്ത് ഞാൻ മിടുക്കനായിട്ടിരിക്കുന്ന ഒരു സ്ഥിതി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അവൻ ഞാൻ ചൂസ് ചെയ്യുന്ന ഇതാ, എൻ്റെ ഒരു പ്രാഥമിക നിഗമനത്തിൽ ശരിയെന്ന് തോന്നുന്ന 100 കാര്യവും ചെയ്യും. ചെയ്യുന്നത് ഇത് ചിലത് തെറ്റും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ്. തെറ്റെന്ന് ബോധ്യപ്പെട്ടാൽ ആ സെക്കൻഡിൽ ഒരു മടിയും കൂടാതെ തെറ്റായി പോയത് ഏതാ തിരുത്തുന്നു എന്ന് പറഞ്ഞാൽ തിരുത്തും. അതുകൊണ്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ 5 വർഷത്തിൽ എടുത്തു നോക്കിയാൽ ഏത് ഗവൺമെൻറ് കാലത്ത് നടന്നിട്ടുള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നടത്താൻ സാധിച്ചു. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, എനിക്ക് എല്ലാ ഭാഗത്തു നിന്നും കിട്ടിയ സപ്പോർട്ട്, പാർട്ടിയിൽ നിന്ന് കിട്ടി, മുന്നണിയിൽ നിന്ന് കിട്ടി, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടി, ജനങ്ങളിൽ നിന്ന് കിട്ടി. ഇപ്പോൾ ഈ 5 കൊല്ലത്തിനുള്ളിൽ നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളും, അസംബ്ലിയിലേക്കും പാർലമെൻറ്റിലേക്കും നടന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും UDF ജയിച്ചത്. അപ്പം ജനങ്ങളുടെ പിന്തുണ, എല്ലാ സപ്പോർട്ട്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എനിക്ക് ലഭിച്ച ഈ ഒരു സപ്പോർട്ടാണ്. 2, കാര്യങ്ങൾ ചെയ്യുന്നതിലുള്ള വേഗതയും തീവ്രതയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരിയെന്ന് തോന്നിയാൽ ഞാൻ ചെയ്യും, തെറ്റെന്ന് കാണുമ്പോൾ അപ്പം തിരുത്തും. അപ്പം അതുകൊണ്ട് നമുക്ക് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. ക്ലിഫ് ഹൗസിൻ്റെ ഒരു ഉപരോധത്തിൽ ഒരു വീട്ടമ്മ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, പഴയ ആ ഓർമ്മകളിലേക്ക് ഞാൻ താങ്കളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. കാരണം സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയുടെ പ്രതികരണം, എക്സാമ്പിളായിട്ട് ഞാൻ ഈ പറഞ്ഞ ക്ലിഫ് ഹൗസ് ഉപരോധത്തെക്കുറിച്ചിട്ട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അവർ എല്ലാ സമരമാർഗങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിനെയൊക്കെ വളരെ പക്വതയോടും വളരെ മിതത്വത്തോടും കൂടിയാണ്. അതൊന്നും ഒരു അഭിമാന പ്രശ്നമായിട്ട് ഞാൻ എടുത്തിട്ടില്ല.